നമസ്കാരം. ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത് സഹജ യോഗ മെഡിറ്റേഷനെ കുറിച്ചാണ്. സഹജ യോഗ എന്ന് പറയുമ്പോൾ തന്നെ സഹജമായത് നമ്മുടെ ഉള്ളിൽ നമ്മുടെ കൂടെ ജനിക്കുന്നത് എന്താണോ ആ സഹജമായ കാര്യത്തിനെ നമ്മുടെ ഉള്ളിലുള്ള ആ ശക്തിയെ, കുണ്ടലിനി ശക്തിയെ ഉണർത്തി നമ്മുടെ അവസാനത്തെ ചക്രമായ 7ാമത്തെ ചക്രമായ സഹസ്രാരത്തിലൂടെ പുറത്തു വന്ന് അത് ഈ പ്രപഞ്ചശക്തിയുമായി ഒത്തുചേരുന്ന ആ പ്രക്രിയയാണ് യോഗ എന്ന് പറയുന്നത്. ആ യോഗം നടക്കുമ്പോൾ നമ്മൾ ആ ഒരു പ്രയാസവുമില്ലാതെ ധ്യാനത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ കുണ്ടലിനി ശക്തി ഉണർത്തുന്നത് തന്നെയാണ് സഹജയോഗയിലെ ആദ്യത്തെ സ്റ്റെപ്പും. സെൽഫ് റിയലൈസേഷൻ, ആത്മസാക്ഷാത്കാരം എന്ന് പറയും. കുണ്ടലിനി ശക്തി നമ്മൾ അമ്മയുടെ ഗർഭപാത്രത്തിലായിരിക്കുമ്പോൾ തന്നെ ആ ജീവൻ്റെ അംശം കുട്ടിയുടെ ഉള്ളിലേക്ക് കടക്കുന്നതും അത് നമ്മുടെ ഉള്ളിൽ 3 നാഡികളായും 7 ചക്രങ്ങളായും പരിണാമപ്പെടുകയാണ്. നമ്മൾ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ നമ്മുടെ എല്ലാവരും മക്കളെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഇവിടെ അത് ഒരു പതപ്പായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ വളർന്നു വരുന്നതോടുകൂടി നമ്മളിലെ അഹങ്കാരം, പ്രത്യഹങ്കാരം, ഞാനെന്ന ഭാവത്തിലൂടെ അത് നമ്മുടെ നട്ടലിൻ്റെ ഏറ്റവും താഴെയുള്ള ത്രികോണാസ്ഥിയിൽ ഉറങ്ങിയിരിക്കുകയാണ്, ഉറങ്ങുന്ന നിലയിലാണിപ്പോൾ. അതുകൊണ്ട് തന്നെ നമ്മൾ ആ സഹജയോഗിലെ ആദ്യത്തെ സ്റ്റെപ്പും ആ കുണ്ടലിനി ശക്തിയെ ഉണർത്തുന്നത് തന്നെയാണ്. കുണ്ടലിനി ശക്തി ഉണർത്തുന്നതോടുകൂടി നമുക്ക് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ, ഏറ്റവും വലിയൊരു മാറ്റം ഉണ്ടാകുന്നത് നമുക്കൊരു സന്തുലനാവസ്ഥയിൽ ജീവിതം നയിക്കുക എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടായ ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. ഒന്നുകിൽ ശാരീരികമായോ മാനസികമായോ വൈകാരികമായോ നമ്മൾ തളർന്നു പോവുകയാണ് പല രീതിയിലും എത്തുമ്പോൾ. കുണ്ടലിനി ശക്തി നമ്മുടെ ഉള്ളിലെ എല്ലാ ചക്രങ്ങളിലും കൂടെ കടക്കുമ്പോൾ ഈ ചക്രങ്ങളെല്ലാം നമ്മുടെ ശരീര അവയവങ്ങളുമായിട്ടും ബന്ധമുണ്ട്. ആ ശരീര അവയവങ്ങൾക്ക് ഊർജം കൊടുക്കാനും നമ്മളിലെ ശാരീരികമായ അവസ്ഥയെ മെച്ചപ്പെടുത്താനും സാധിക്കുന്നു. അതുകൂടാതെ തന്നെ മാനസികമായിട്ട് നമുക്ക് എല്ലാവരോടും ദേഷ്യം വരുന്നു, നമുക്ക് എല്ലാവരെയും സ്നേഹിക്കാൻ പറ്റുന്നില്ല, സംതൃപ്തിയില്ല. ഈ വക എല്ലാ ഗുണങ്ങളും നമ്മളിൽ കുറയുകയാണ്. അതും നമ്മളിൽ മെച്ചപ്പെടാൻ പോവുകയാണ്. പിന്നെ ഏറ്റവും വലിയ ഒരു ഗുണം എന്ന് പറയുന്നത് നമുക്ക് ചിന്തകളില്ലാതെ ഇരിക്കാൻ പറ്റുന്ന ധ്യാനാവസ്ഥ. അത് നമ്മൾ ഒരു വലിയൊരു ഫോഴ്സ്ഫുള്ളിയോ എന്തെങ്കിലും ഒരു ശക്തി പ്രയോഗിച്ചോ അതൊന്നുമല്ല. നമ്മുടെ ഉള്ളിൽ വളരെ സിമ്പിളായിട്ട് ലളിതമായിട്ടാണ് ഇത് നടക്കുന്നത്. ഇത് നടക്കുമ്പോൾ നമുക്ക് ഭൂതകാലത്തിലെയോ ഭാവി കാലത്തിലെയോ ചിന്തകളിൽ നിന്ന് മാറി വർത്തമാനകാലത്തിൽ എങ്ങനെ ധ്യാനാവസ്ഥയിലിരിക്കാം എന്ന് നമുക്ക് സിമ്പിളായിട്ട് ലളിതമായിട്ട് നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ഇത് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ ഈ സഹജയോഗ പ്രാക്ടീസ് ചെയ്യുന്ന എല്ലാവരും ഒത്തൊരുമിച്ച് കൂടി ഒരു സാമൂഹികമായിട്ടും കളക്റ്റീവായിട്ടും നമ്മൾ ധ്യാനം ചെയ്യാറുണ്ട്. അത് തിരുവനന്തപുരത്ത് DPI ജംഗ്ഷനിൽ ഉള്ളൂർ സ്മാരക ലൈബ്രറി ഹാളിൽ വെച്ച് എല്ലാ ഞായറാഴ്ചയും രാവിലെ 9:30 മണിക്കാണ് ഇത് മീറ്റ് ചെയ്യുന്നത്. ഞങ്ങളെ സഹജയോഗ എന്ന് പറയുന്ന ഇത്രയും നല്ലൊരു ഒരു ധ്യാനം ഞങ്ങൾക്കും ഈ ലോകത്തിന് മുഴുവനും സംഭാവന ചെയ്തത് ശ്രീ മാതാജി നിർമ്മലാദേവി. ശ്രീ മാതാജി 1970 സ്വന്തമായി ഈ പ്രക്രിയ കണ്ടുപിടിച്ചതും ഈ ലോകം മുഴുവനും 180 രാജ്യങ്ങളിൽ സഹജയോഗ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അത് ഈ ലോകം മുഴുവനും സഞ്ചരിച്ച് സ്വയം ചെലവിലാണ് സഞ്ചരിച്ച് എല്ലായിടത്തും പോയി ഇത് എല്ലാ മനുഷ്യരാശിക്ക് പകർന്നു കൊടുത്തത്. അതുകൊണ്ട് തന്നെ സഹജയോഗ ഈ ലോകത്ത് ഒരു സ്ഥലത്തും ഫീസ് മേടിച്ചിട്ടോ ഒരു പൈസ കൊടുത്തിട്ടോ പ്രാക്ടീസ് ചെയ്യുന്ന കാര്യമല്ല. കാരണം അത്രയും ദൈവീകമായും ചൈതന്യപൂരിതവുമായ ഒരു കാര്യത്തിന് നമുക്ക് പൈസ മേടിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. ഇത് മനുഷ്യൻ്റെ ജന്മാവകാശമാണ്. അതാണ് സഹജയോഗയുടെ പ്രത്യേകത. ഇതിലൂടെ വളരെ സിമ്പിളായിട്ട് ലളിതമായിട്ട് ആർക്ക് വേണോ, ഏത് കുട്ടിക്കായാലും കുഞ്ഞു കുട്ടി തൊട്ട് ഏത് വയസ്സിലുള്ളവർക്കും ധ്യാനം ചെയ്യാൻ പറ്റും. ഇതിനൊരു പ്രത്യേക കണ്ടീഷൻസ് ഒന്നും തന്നെയില്ല. തറയിലിരുന്ന് ചെയ്യണം, കസേരയിൽ അങ്ങനെ ഒന്നും തന്നെയില്ല. നമ്മുടെ ദൈനംദിന ജീവിതം എങ്ങനെയാണോ നമ്മൾ കൊണ്ടുപോകുന്നത് അതിൻ്റെ ഭാഗമാക്കാൻ സാധിക്കും. രാവിലെ ഒരു 10 മിനിറ്റ്, വൈകിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് കൊടുക്കാൻ സാധിച്ചാൽ നല്ല സന്തുലനാവസ്ഥയിലുള്ളൊരു ജീവിതം നമുക്ക് നയിക്കാൻ സാധിക്കും, മറ്റാരുടെയും സഹായമില്ലാതെ തന്നെ.